നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യമാണ്. എല്ലാവരും ഒരുപോലെ വളരട്ടെ, എല്ലാം കൂടി ഒന്നിച്ച് വളരട്ടെ. കള പറിച്ചു കൂട്ടി ചുട്ട് കളയാൻ ഏൽപ്പിക്കും, ഗോതമ്പ് ഒന്നിച്ച് കളപ്പുരയിൽ കൂട്ടിവെക്കാനും പറയും. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പലതരം ആൾക്കാരെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഏറ്റവും സമ്പന്നനായവരെ കാണുന്നുണ്ട്, ദരിദ്രതയിൽ കിടക്കുന്നവരെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും നല്ല നല്ല ആൾക്കാരെയും ചീത്ത ആൾക്കാരെയും കൊലപാതകികളെയും മോഷ്ടാക്കളെയും ഒക്കെ അങ്ങനെ പലതരം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടല്ലേ. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ്? എല്ലാവരും ഈ ഭൂമിയിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇവരെയൊക്കെ മാറ്റി നിർത്തി വേർതിരിച്ചാണോ ദൈവം എല്ലാ നന്മയും നമുക്ക് തരുന്നത്? ഈ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ പൊന്മുടിയിലേക്ക് പോയെന്നിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒരേ ആൾട്ടിറ്റ്യൂഡിൽ ഒരേ അറ്റ്മോസ്ഫിയറിൽ അവിടെ നിൽക്കുവാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് ഈ കൊലയാളികൾക്ക് എന്താണ് മഞ്ഞ് കൊടുക്കത്തില്ല, നീ അങ്ങോട്ട് മാറി നിന്നേക്ക്, അല്ലെങ്കിൽ മോഷ്ടാവിന് ഇത് കൊടുക്കത്തില്ല, ഈ ഒരു അനുഭവം നല്ല അനുഭവം കൊടുക്കില്ല, നീ മാറി നിൽക്ക്, നല്ല ആൾക്കാർ മാത്രം വന്ന് ഇത് ഞാൻ തന്നേക്കാം, നിങ്ങൾക്ക് മാത്രം ഈ ഒരു നല്ല അനുഭവം തന്നേക്കാമെന്ന് ദൈവം പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരേ സ്ഥലത്ത് ഇത്രയും പറയുന്ന ആൾക്കാർ ഒന്നിച്ചായിരിക്കുമ്പോൾ ഒരിക്കലും ദൈവം വേർതിരിച്ച് മാറ്റി നിർത്തി ഇവർക്ക് മാത്രം ഇന്ന ആൾക്ക് മാത്രമായിട്ട് തരും എന്ന് പറയുന്നില്ല. ഓക്കെ, ഒരു ദേശം മുഴുവൻ ദൈവം ചുട്ടുകളയാൻ ആലോചിച്ചപ്പോഴും അവിടെ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാളുണ്ടായിരുന്നത് കാരണം ആ ദേശത്തെ വെറുതെ വിട്ട് കളഞ്ഞവനാണ് മഹാനായ നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കൂട്ടം ജനങ്ങൾക്കിടയിൽ ഒരുത്തനെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കും. അത്രയും വലിയ ഒരു മഹത്തായ ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും ഒരുപോലെ ആയിരിക്കട്ടെ. അതായത് എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കണം, എല്ലാവരെയും നിങ്ങൾ ആദരിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം, പക്ഷേ എല്ലാവരെയും വിശ്വസിക്കരുത്. ഓക്കെ, നിങ്ങളെ തന്നെ വിശ്വസിച്ച് ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കരുത്. എല്ലാവരോടും അടുത്തിരിക്കുക, അതുപോലെ തന്നെ അകന്നും ഇരിക്കുക. അപ്പോൾ നമുക്ക് ഈ വചനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? അങ്കമാലിയിൽ നിന്നും അന്നാമ ബേബി. അന്നാമ്മ ആന്റി സുഖമായിട്ടിരിക്കുന്നോ? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ആരാണാവോ? ഞാൻ രശ്മിയാണ്. രശ്മി സുഖമായിരിക്കണോ? സുഖമായിട്ടിരിക്കുന്ന ആന്റി. എന്തൊക്കെയുണ്ട് വിശേഷം? വേറെ മഴയൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഓ, മഴയാണ്. അവിടെയോ? ഇവിടെ ഇന്നലെ രാത്രി മുഴുക്കനും മഴയായിരുന്നു അല്ലേ? മഴയത്ത് ഞങ്ങളുടെ മുകളിലിട്ടേക്കണ ഒരു ആസ്പെറ്റോസ് പറന്നുപോയി. ആഹാ, ഷോ. ഓക്കെ, കുഴപ്പമില്ല. വേറെ ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ? ആർക്കും ഇല്ല. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ ആന്റി. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? പിന്നെ ഞാൻ കാണാറുണ്ടോന്നോ? എല്ലാ ദിവസവും കാണും. ഹാങ്കർ ചെയ്യണത് കാണുമ്പോ എനിക്ക് സന്തോഷം വരാണ്. ആണോ? ഓക്കെ ആന്റി, ഇഷ്ടാണോ? പിന്നെ ആൾക്കാര് ജിജ്ഞാസയോടെ നോക്കിയിരിക്കും. കാരണം നമ്മുടെ കഥയുടെ ഇവിടെ നിൽക്കട്ടെ ഒരു കോള് ഉണ്ടെന്ന് പറയുമ്പോ എല്ലാവരും ജിജ്ഞാസയോടെ ഇരിക്കും. ഓക്കെ, അപ്പൊ കഥയൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. കഥ ആസ്വദിക്കുന്നുണ്ട്, വചന സമീക്ഷ ആസ്വദിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആഹാ, ഓക്കെ ആന്റി, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പൊ നമ്മുടെ അന്നമ്മ ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹിസ്കിയാവ് ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് യഹോവയുടെ വചനം എന്തായിരുന്നു? ഇതാണ് ചോദ്യം ആന്റി. ചോദ്യം ക്ലിയർ ആണോ? ഹിസ്കിയാവ് ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് യഹോവയുടെ വചനം എന്തായിരുന്നു? നിന്റെ രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് ശേഖരിച്ചു വെച്ചിട്ടുള്ളതൊക്കെയും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകും. ഓക്കെ ആന്റി, ശരി ഉത്തരവാണ്. നിന്റെ രാജധാനിയിലുള്ളതൊക്കെയും ഒന്നും അവശേഷിപ്പിക്കാതെ ബാബിലോണിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു എന്ന്. ശരി ഉത്തരവാണ് ആന്റി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അതെ, ഹിസ്കിയാവ്
പോകാലോ. ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹിസ്കിയാവിന്റെ പുത്രന്മാരിൽ ചിലരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് സംഭവിക്കും? ഇതാണ് ചോദ്യം. ഷണ്ണന്മാരായിരിക്കും അവര്. ശരി ഉത്തരവാണ് ആന്റി. ബാബിലോൺ രാജാവിന്റെ രാജധാനിയിൽ അവർ ഷണ്ടന്മാരായിരിക്കും. ഓക്കെ ആന്റി, അപ്പോൾ നമ്മുടെ ആന്റിയുടെ പാട്ടില്ലെങ്കിൽ ഈ എപ്പിസോഡ് വെറും എന്താണ്, ഒരു വേസ്റ്റ് ആണ്. ആന്റി ഒരു പാട്ട് പാടാവോ? പിന്നെ പാടിക്കോളൂ ആന്റി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്നായിട്ട് പാടി ആന്റി. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഹിസ്കിയാവ് പ്രതികരിച്ചത് എങ്ങനെയാണ്? യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. ശരി ഉത്തരവാണ് ആന്റി. നീ സംസാരിച്ച യഹോവയുടെ വചനം നല്ലത് തന്നെ. ഓക്കെ, അപ്പോൾ 3 ചോദ്യവും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. അപ്പൊ അവസാനത്തെ ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. റെഡിയാണോ ആന്റി? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഹിസ്കിയാവ് ആശ്വാസം കണ്ടത് എന്താണ്? എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്ന്. ശരി ഉത്തരവാണ് ആന്റി. എന്റെ ജീവിതകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്ന്. ഓക്കെ, അപ്പൊ 4 ചോദ്യം ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷമായോ? ഓക്കെ, പിന്നെ എനിക്ക് ഈ ഭജന സമീക്ഷയിലേക്ക് കിട്ടിയില്ലെങ്കിൽ സമാധാനക്കുറവ് ആണല്ലേ? എല്ലാ ദിവസവും ഓക്കെ ആന്റി, അപ്പൊ ഇനിയും നമ്മളെ വിളിക്കണം. അപ്പോ ആന്റിയോട് സംസാരിക്കുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. വളരെ സന്തോഷം ആന്റി. താങ്ക് യു സോ മച്ച്. ഹേബേനെ, മറ്റേ കൊച്ച് ബിജുനെ, അവരൊക്കെ എനിക്ക് എന്തൊരു സന്തോഷമാണ്. ഓക്കെ ആന്റി, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പറഞ്ഞതില്. മാത്യൂസ് ബ്രദറിനെ ഭാര്യ, അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ ആന്റി, വളരെ സന്തോഷം അത് കേട്ടതില്. ഓക്കെ, അപ്പോ ഒരുപാട് സന്തോഷം. ഇനിയും നമ്മളെ വിളിക്കണേ ആന്റി. ഓക്കെ, താങ്ക് യു ആന്റി. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് അന്നമ്മ ആന്റി ആയിരുന്നു. ആന്റി വളരെ സന്തോഷം വിളിച്ചതിൽ. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ കണ്ടന്റിലേക്ക് മടങ്ങി വരാം. ഓക്കെ, യേശു പറയുന്നൊരു വാക്യമുണ്ട്, വചനമുണ്ട്, ഒരു ഉപമയുണ്ട്. അതായത് ഗോതമ്പ് വിത്ത് വിതയ്ക്കുകയാണ് ഒരു കൃഷിക്കാരൻ. അപ്പോൾ ഈ ഗോതമ്പ് വളരുവാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നിന്ന് വേറൊരു വസ്തുവും കൂടെ വളർന്നു വരുന്നു, കളയും കൂടെ വളർന്നു വരുവാണ് കേട്ടോ. അപ്പം നമുക്ക് കള ആവശ്യമില്ല, ഗോതമ്പ് മാത്രമാണ് ആവശ്യം. പക്ഷേ കുഞ്ഞായിരിക്കുന്ന ഗോതമ്പ് തൈയുടെ അടുത്തുനിന്ന് ഈ കള പറിച്ച് കളഞ്ഞാൽ അത് കളയ്ക്ക് മാത്രമല്ല, ഗോതമ്പിന്, നന്നായിട്ട് വരാൻ പോകുന്ന ഗോതമ്പിനും കൂടെ ദോഷമായിട്ട് ഭവിക്കുന്നു. ഇതറിയാവുന്ന നല്ല പിതാവ് എന്ത് ചെയ്യുന്നു എന്നറിയാവോ? ഈ രണ്ടും കൂടി, ഗോതമ്പും കളയും ഒന്നിച്ച് വളരാനായിട്ടുള്ള സമയവും സാവകാശവും നൽകുന്നു. അതിനുശേഷം കൊയ്ത്ത് കാലം വരുമ്പോൾ ഗോതമ്പിനെ മാറ്റി തൻ്റെ കളപ്പുരയിലേക്ക് ശേഖരിക്കുകയും അതുപോലെ കളയെ വെട്ടി ചുട്ട് കളയുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയല്ലേ യേശുവിൻ്റെ 2ാം വരവും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്? നമ്മുടെ ചുറ്റും ഈ പറഞ്ഞ കൂട്ടരെല്ലാം ഉണ്ടല്ലേ. അപ്പം നമുക്കറിയത്തില്ല, ഒരാൾ പുതിയതായിട്ട് കാണുന്നൊരു സ്ട്രേഞ്ചർ, അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്, ഏത് തരത്തിലുള്ള ആളാണ്, ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണെന്നോ അയാളുടെ ക്യാരക്ടർ എന്താണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇത് ദൈവത്തിനറിയാം. എന്നാലും അവൻ മോശപ്പെട്ട സ്വഭാവമാണെങ്കിൽ അവനെ നശിപ്പിച്ച് കളയുന്നില്ല. പക്ഷേ പകരം അവനെയും വളരാനായിട്ട് ദൈവം അനുവദിക്കുകയാണ്. എന്നത്തേക്ക് വരെ? ദൈവത്തിൻ്റെ, അതായത് യേശുവിൻ്റെ 2ാം വരവ് വരെ. ആ സമയം വരെയുള്ള കാലയളവിൽ അവന് നന്നാവാനുള്ളൊരു അവസരം ഉണ്ട് കേട്ടോ. അതുപോലെ മോശമായിട്ട് ഇതുപോലെ തന്നെ തുടരാനുള്ളൊരു ചാൻസും ദൈവം കൊടുക്കുന്നുണ്ട്. ഏത് വഴി വേണോ അവന് തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരം ആ മഹത്തായ ദൈവം നൽകുന്നുണ്ട്. അപ്പം നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാന്ന് നോക്കിയാലോ. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ജോബിൻ. ജോബിൻ, എവിടെ നിന്നാ മോനെ വിളിക്കുന്നേ?
കാട്ടാക്കട. ഓക്കെ, എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. എന്തിനാ പഠിക്കുന്നേ? ഇപ്പൊ 10th. എന്താണ്? ഇപ്പൊ 10th-ലാണ്. 10th-ലാണ്. ഓക്കെ, മിടുക്കനാണോ? ഫുൾ A1 വാങ്ങോ? ആ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയത്തി. ഓക്കെ, അനിയത്തി എന്ത് ചെയ്യുവാ? എത്രയിലാണ്? അനിയത്തി നല്ല 4. ഓക്കെ, അനിയത്തി മിടിക്കുകയാണോ? ആ ഓക്കെ, അതൊക്കെ നിൽക്കട്ടെ. പള്ളിയിലൊന്നും പോവാറുണ്ടോ എല്ലാ ഞായറാഴ്ചയും? പോവാറുണ്ട്. ഓക്കെ, ചർച്ചിൽ എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് രണ്ടുപേരും. വെരി ഗുഡ്. അപ്പം നമുക്ക് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട്. ഇഷ്ടമാണോ മോനെ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്, വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകുവാണ്. റെഡിയല്ലേ ജോബിൻ? റെഡിയാണ്. ഓക്കെ, അപ്പോൾ ജോബിന് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പുല്ല് പോലെയും ഭംഗിയിൽ വയലിലെ പൂ പോലെയുമായ മനുഷ്യനിൽ യഹോവയുടെ ശ്വാസം അടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. പുല്ലുണങ്ങുന്നു. വെരി ഗുഡ്, കറക്റ്റ് ആണ്. പുല്ലുണങ്ങുന്നു, പൂവ് വാടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ജോബിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പുല്ലുണങ്ങുകയും പൂവ് വാടുകയും ചെയ്യുമെങ്കിലും എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ദൈവത്തിന്റെ വചനം. ശരി ഉത്തരമാണ് മോനെ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ജോബിൻ ചർച്ചിലൊക്കെ നല്ല ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. കൊയറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? കൊയറിൽ മെമ്പർ ആണ്? ഒരു പാട്ട് പാടുവോ? അശോ, പോട്ടെ. പനിയാണോ? ചുമയാണോ? ഓക്കെ, സാരമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ജോബിന് വേണ്ടിയുള്ള തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. യഹോവയാം ദൈവം എങ്ങനെയാണ് വരുന്നത്? അവന് വേണ്ടി ഭരണം നടത്തുന്നത് ആരാണ്? ശരി ഉത്തരവാണ്. ബലശാലിയായി അവന്റെ ഭുജം. ഓക്കെ മോനെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഉള്ളൂ. അതിലോട്ട് പോയാലോ? അപ്പോൾ മോന് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. ഇടയനെ പോലെ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന യഹോവ കുഞ്ഞാടുകളെയും തള്ളയാടുകളെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്തും തള്ളയാടുകളെ പതുക്കെ നടത്തുകയും. ശരി ഉത്തരവാണ് മോനെ. കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്തും തള്ളയാടുകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ശരി ഉത്തരവാണ്. അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ പ്രോഗ്രാം വിളിക്കാനായിട്ട് ശ്രമിക്കുക. എന്നും കാണുക. ഓക്കെ മോനെ, ബൈ ബൈ. നമ്മളിപ്പോൾ വിളിച്ചത് ജോബിനായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടി 10th-ലാണ് പഠിക്കുന്നത്. എന്നാലും ഫുൾ ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനിയും വചനത്തിൽ ഉറച്ച് ജീവിക്കാൻ, നിലനിൽക്കാൻ സർവശക്തനായ ദൈവം കുഞ്ഞിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം കേട്ടോ. അപ്പോൾ യേശു പറയുന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, പക്ഷേ അമിതമായിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക. യേശു ഒരുപാട് ആൾക്കൂട്ടം അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ഗലീലായിലായിരുന്നപ്പോൾ പുറത്ത് അദ്ദേഹത്തെ കാണാൻ ഒത്തിരി ജനങ്ങൾ വന്നുകൂടി കേട്ടോ. ആ സമയത്ത് യേശു ജന്നൽ അടയ്ക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. കാരണം ആ ജനത്തിന് തന്നെത്താൻ അദ്ദേഹം തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഇരുന്നു എന്ന് വചനം പറയുന്നു. കാരണം ഈ ജനങ്ങളെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. അടയാളങ്ങളെ തിരഞ്ഞ് അവരുടെ പിറകെ പോകുന്നെങ്കിലും നന്ദിയില്ലാത്തവരായി അദ്ദേഹത്തെ തന്നെ, ആരാണോ തനിക്ക് ഇത്രയും അനുഗ്രഹം നൽകിയത് അവരെ തന്നെ പകയ്ക്കുന്ന ആ ജനക്കൂട്ടത്തെ ദൈവം യേശു തിരിച്ച് പകയ്ക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന നാം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ
ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു ദോഷം വരുത്താതെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ മാത്രം നാം തിരഞ്ഞെടുത്ത് കൂടെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അത്തരം ഒരു നല്ല സുഹൃത്ത് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ യേശു ക്രിസ്തു തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു കോള് വരുന്നുണ്ട്. ആരാ നോക്കിയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഷൈനിയാണ്, ചെറിയ ഉണ്ണിന്ന്. ഓക്കെ ഷൈനി ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. എന്ത് ചെയ്യുന്നു ആൻറ്റി? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? മോനും ഹസ്ബൻഡും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. അതെ അതെ. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം ആൻറ്റി വിളിച്ചതിൽ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട്. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ ആൻറ്റി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ഷൈനി എനിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: യഹോവ വെള്ളത്തെ അളന്നത് എങ്ങനെയാണ്? തന്റെ ഉള്ളം കൈ കൊണ്ട്. ശരി ഉത്തരവാണ് ആൻറ്റി, തൻ്റെ ഉള്ളം കൈ കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആൻറ്റിക്ക് ഒരു പാടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പാട്ടൊക്കെ പാടുവോ? മോനെ കൊണ്ട് പാടിക്കാം. മോനെ കൊണ്ട്. ഓക്കെ, സന്തോഷം, പാടിക്കോളൂ. പാടിക്കാം. ഹലോ. ഹലോ, നന്നായിട്ട് പാടി കേട്ടോ, മിടുക്കൻ. മോനോടൊന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ, മോൻ പോയോ? ഹലോ ഹലോ, മോന്റെ പേരെന്താ? ഏബൽ. നല്ല പേരാണല്ലോ. ഓക്കെ, കുഞ്ഞ് എത്രയിലാ പഠിക്കുന്നേ? 1 അപ്പോൾ വലിയ ചേട്ടനാണ്. ഓക്കെ, അപ്പോൾ പഠിക്കാനൊക്കെ എങ്ങനെയാ? എല്ലാം അറിയാവോ? ഏത് സ്കൂളിലാ പഠിക്കുന്നേ? എന്താ മോനെ? ഓക്കെ, അപ്പൊ സ്കൂളൊക്കെ നല്ലതാണോ? ഇഷ്ടമാണോ സ്കൂളിൽ പോവാൻ? ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? ആ ടീച്ചറിന് എന്താ ഇഷ്ടപ്പെട്ടേ? നല്ല സ്നേഹമാണോ ടീച്ചർ? ആ, ഏത് സബ്ജക്റ്റാ ടീച്ചർ പഠിപ്പിക്കുന്നേ? ഇംഗ്ലീഷ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ, മിടുക്കനാ. അതുപോലെ യേശുപ്പന്റെ വചനമൊക്കെ പഠിക്കണം കേട്ടോ. ബൈബിളൊക്കെ വായിച്ച് നല്ല മിടുക്കനായിട്ട് വളരണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ മോനെ. ഹലോ. ഹലോ ചേച്ചി, കുഞ്ഞ് നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ. സൺഡേ സ്കൂളിലൊക്കെ ഇരിക്കാറുണ്ടോ മോൻ? സൺഡേ സ്കൂളിൽ ഇരിക്കാറുണ്ട്. ആ, ഇരിക്കാറുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ ഷൈനി ചേച്ചിക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യം ഇതാണ് കേട്ടോ: ആകാശത്തിന്റെ അളവെടുത്തത് എങ്ങനെയാണ്? ആകാശത്തിന്റെ അളവെടുത്തത് എങ്ങനെയാണ്? ചാൺ കൊണ്ട്. ചാൺ കൊണ്ട്. ശരി ഉത്തരവാണ് ചേച്ചി. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. അതിനു മുമ്പായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ? പാട്ട് പാടാനോ പ്രസംഗിക്കാനോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ അങ്ങനെ സ്റ്റേജിലൊന്നും പ്രസംഗിക്കാറും പാടുന്നതും ചെയ്യാറില്ല. അങ്ങനെയൊന്നുമില്ല. ദൈവം എല്ലാവർക്കും ഒരുപോലെ കഴിവുകൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചേച്ചി മനസ്സിലാക്കാതെ പോയതാണ് ചേച്ചിയുടെ കഴിവേ. ഓക്കെ, പോട്ടെ. അപ്പോൾ സ്നേഹിക്കണം, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണമെന്ന് യേശു പറഞ്ഞൊരു വചനമുണ്ടല്ലേ? അപ്പോൾ സ്നേഹത്തിനെ കുറിച്ച് ഒരു 2 വചനം, അല്ലെങ്കിൽ വചനം പോട്ടെ, 2 വാക്കൊന്ന് പറയാവോ? അതായത് എപ്രകാരം മറ്റുള്ളവരെ സ്നേഹിക്കണം, എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നത്? ജസ്റ്റ് ചേച്ചിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. സ്നേഹിതന്മാർക്ക് അധികമുള്ള സ്നേഹം വേണമെന്നില്ല. പിന്നെ 70 വട്ടം തെറ്റിയാലും ക്ഷമിക്കണം. അതെ, ക്ഷമിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരോടും, അല്ലേ? 7 അല്ല 70 വട്ടം നമ്മൾ സഹോദരങ്ങളോട് ക്ഷമിക്കണം. അതെ, പുതിയൊരു നിയമം ദൈവം തരുന്നത് തന്നെ തമ്മിൽ സ്നേഹിക്കണമെന്നാണ്.
ഓക്കെ ചേച്ചി, അപ്പം നന്നായിട്ട് പറഞ്ഞു. എന്നിട്ടാണോ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞേ? 2ഉം 3ഉം വചനങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ചേച്ചി. കൺഗ്രാജ് കേട്ടോ. അപ്പോൾ ഇനി അറിയത്തില്ല പോവത്തില്ല എന്നൊന്നും പറഞ്ഞ് നിൽക്കരുത്. കഴിവിനെ വളർത്തിക്കൊണ്ട് വരിക. അപ്പോൾ സ്റ്റേജിൽ കയറി യേശുവിനെ കുറിച്ച് പറയുക മറ്റുള്ളവരോട്. ഓക്കെ ചേച്ചി, ദൈവം അനുഗ്രഹിക്കട്ടെ ഇനി അങ്ങനെ തന്നെ ആയിരിക്കാൻ. നമുക്ക് 3ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ. ഓക്കെ, അപ്പോൾ ഷൈനി ചേച്ചിക്ക് വേണ്ടിയുള്ള 3ാമത്തെ ചോദ്യം ഇതാണ്. ഭൂമിയുടെ പൊടിയെ യഹോവ ഏതിലാണ് കൊള്ളിച്ചത്? നാഴിയിൽ കൊള്ളിക്കുകയും. വളരെ ശരിയാണ് ചേച്ചി, നാഴിയിൽ. നാഴിയിൽ. ഓക്കെ, അപ്പോൾ ബൈബിളിനെ കുറിച്ച് ഏറെക്കുറെ എല്ലാം അറിയാവുന്ന ഒരാളാണ്. ഓക്കെ ചേച്ചി, അപ്പം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട്. സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. ഓക്കെ ചേച്ചി, നല്ല കാര്യം ചേച്ചി. അപ്പോൾ ഇനിയും തുടർന്ന് വായിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, ഷൈനി ചേച്ചിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണേ. പർവ്വതങ്ങളെയും കുന്നുകളെയും തൂക്കി നോക്കിയത് എങ്ങനെയാണ്? പർവ്വതങ്ങൾ കോൽ കൊണ്ടും കുന്നുകൾ തുലാസ് കൊണ്ടും. വളരെ ശരിയാണ് ചേച്ചി, കോൽ കൊണ്ടും തുലാസ് കൊണ്ടും. ഓക്കെ, വളരെ സന്തോഷം ചേച്ചി. 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. അപ്പോൾ ചേച്ചി ഇനിയും വിളിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ ചേച്ചി, വളരെ സന്തോഷം. ബൈ ബൈ. ഇപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ഷൈനി ചേച്ചിയായിരുന്നു. അപ്പോൾ ഷൈനി ചേച്ചി നന്നായിട്ട് 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. അതുപോലെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് 2-3 വാക്യങ്ങളും ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായിട്ട് ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ കണ്ടന്റിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ യേശു പറഞ്ഞ കാര്യമാണ്, ഗോതമ്പും അതുപോലെ തന്നെ കളയും ഒന്നിച്ച് വളരട്ടെ. അദ്ദേഹം അതിനൊരു അവസരം കൊടുക്കുവാണ്, വളർന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവസാനം ഒരു വേർതിരിവിൻ്റെ നാൾ വന്നുകൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ ആ വേർതിരിക്കിൻ്റെ നാളിലാണ് യഥാർത്ഥ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്താണ് നല്ലവരാരാണ് ചീത്ത ആൾക്കാരാരാണ് എന്ന് ഈ ലോകം മുഴുവനും അറിയാൻ പോകുന്നത്. ഈ ലോകം മുഴുവനുമുള്ള ജനങ്ങളുടെ മധ്യേ വെച്ച് യേശുവിനെ അറിയുന്നവർ, നല്ലവരായിട്ടുള്ള ആത്മാക്കളുള്ളവരെ ദൈവം യേശു തൻ്റെ ഭാഗത്തേക്ക് ചേർക്കുകയും അല്ലാതെ പൈശാചികൻ്റെ ബന്ധനത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തവരെ, ആ പിശാചിൻ്റെ വഴി തിരഞ്ഞെടുത്തവരെ തീയിലിട്ട് ചുട്ട് കളയുകയും ചെയ്യുന്നു, പിശാചിനോടൊപ്പം തന്നെ. അപ്പോൾ അത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മെ എത്രയേറെ സ്നേഹിച്ച് തൻ്റെ ജീവനെ നമുക്ക് നൽകിയ യേശുവിൻ്റെ പാദം പിന്തുടർന്ന് അദ്ദേഹത്തോടൊപ്പം ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ലക്ഷ്യമാകേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പറന്നെത്തുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.